ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞാനും കുഴപ്പമില്ലാതെ ഇപ്പോഴും ഇരിക്കുന്നു. കാരണം നിങ്ങളിപ്പോൾ എന്നെ കണ്ടിട്ടൊരു 2 മാസമെങ്കിലും ആയില്ലേ. ഞാനൊരു ചെറിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുമായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയാം. എന്നെ പോണക്ക് തന്നെ ഈ പ്രശ്നത്തിൽപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അവർ ചിലപ്പം അതോടുകൂടി അങ്ങ് ഉപേക്ഷിച്ചും കളയും. ചിലർ എന്നെ പോണക്ക് ഇതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് ശ്രമിക്കുന്നവരുമുണ്ട്. അങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ശ്രമിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ എപ്പോഴും. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെടാനും അതിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കാനും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഏത് രീതിയിലും നമ്മളതിങ്ങനെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങ് ഹാക്ക് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പല ഐറ്റത്തിനും ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ഒരു കാരണവശാലും ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമവും സങ്കടവും പ്രയാസത്തിലും ഒക്കെയായിരുന്നു. ഞാൻ ഓർത്തു, ദൈവമേ, ഇനി എൻ്റെ ചാനൽ എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട എത്ര വർഷത്തെ എൻ്റെ കഷ്ടപ്പാടും പ്രയത്നവും ബുദ്ധിമുട്ടുമാണ് ഞാൻ ഈ ഒരു ചാനൽ ഇങ്ങനെ കൊണ്ടുപോയത്. അതിൻ്റെ പേരിൽ എനിക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ചെറിയൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതെല്ലാം അങ്ങ് തീർന്നു പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ചെറിയ പ്രൊഡക്റ്റ് കമ്പനി അതേപടി അങ്ങ് നിലച്ചും പോയി. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരസ്യം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഓൺലൈനിൽ കൂടിയാണ് നമ്മളത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പരസ്യം ഇടാത്തതിൻ്റെ പേരിൽ അതെല്ലാം അങ്ങ് നിന്നുപോയി ഒരു 2 മാസമായിട്ട്. അതിൻ്റെ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴും പറയും, അവനവൻ്റെ വേർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന്. അപ്പം നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രയത്നിച്ചാണ് ഞങ്ങൾ ഈ സംരംഭം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും അത് നടത്തിക്കൊണ്ടിരുന്നതും. അതെല്ലാം ഒറ്റ അടിക്ക് ഒരു രാത്രി കൊണ്ട് നഷ്ടം വന്നുപോയി എന്ന് പറയുമ്പോഴത്തേക്കൊരു ബുദ്ധിമുട്ട് ഓർത്ത് നോക്കി. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എനിക്കുണ്ടായ ഒരു വിഷമം, ഞാൻ എന്നും വൈകിട്ട് കിടക്കും. എൻ്റെ അമ്മച്ചി യാത്രയായ പിന്നെ അമ്മച്ചി ചെയ്ത കുറേ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടും ഉള്ളതാവും, എന്നെ അറിയാവുന്നവർക്ക് അറിയുകയും ചെയ്യാതെ. അപ്പം ഞാൻ ഈ അമ്മച്ചി ചെയ്ത വീഡിയോയും അമ്മച്ചി പാട്ട് പാടിയതും ഇതും എല്ലാം കണ്ട് അമ്മച്ചീനെ കണ്ടുകൊണ്ട് കിടന്നാൽ ഞാനത് ഉറങ്ങിക്കൊണ്ട്, ദൈവമേ, അതിനി എല്ലാം തീർന്നു പോലെ എൻ്റെ അമ്മച്ചിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ ഇനി ഓർത്തുകൊണ്ടുള്ള വിഷമം. അത് മറ്റൊരു വശത്ത് അതുമൊക്കെ കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൊച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും പറഞ്ഞൊരു ടീമുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുകയും എൻ്റേതായ ഡീറ്റെയിലും കാര്യങ്ങളും അക്കൗണ്ടും എല്ലാം ഞങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ് അവരുടെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ചു പിടിച്ചു തന്നു. ഈ ചാനൽ ഹാക്കേഴ്സുമാർ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ വെറുതെ ഒന്നും അല്ല അവർ കൊണ്ടുപോകണത്. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ പോയ കൂട്ടത്തിൽ തന്നെ ഒരു 31 പേരുടെ പരാതിയും കൂടെ ഈ എത്തിക്കൽ ഹാക്കേഴ്സുമാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഇവന്മാർ അടിച്ചു മാറ്റിയത്. വെറുതെ ചുമ്മാ ഇരുന്നിട്ട് അങ്ങോട്ട് അടിച്ചു മാറ്റിയാൽ പോരെ, ഇതിൻ്റെ പിന്നിലുള്ളവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാലോ, ഒരു സബ്സ്ക്രൈബർ ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്കൊരു മനസ്സലിവ് തോന്നിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നൊക്കെ അത് കാണുന്നവരുടെ ഒരു മനസ്സാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിക്കൊണ്ട് എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് എൻ്റെയും അല്ലെങ്കിൽ അന്ന് ആ പോയവരുടേതുമൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പോയിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ പറയാം, ഒരു ക്യാൻസർ ഫൈറ്റേഴ്സ് ഉണ്ട്, ലേഖ അംബുജാഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് ചാനലും ഇങ്ങനെ ഹാക്കേഴ്സ് കൊണ്ടുപോയി, യൂട്യൂബ് ചാനലും കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഞാൻ ഇതിന് മുമ്പൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെറുതെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, ദൈവമേ, എൻ്റെ ചാനലാരും കൊണ്ടുപോകല്ലേ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബറെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം നേരം വെളുത്തേ, ഞാൻ എപ്പോഴും നേരം വെളുക്കുമ്പോൾ ഉണ്ടല്ലോ നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം, രാവിലെ നോക്കുവേ എത്ര ഡോളർ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇത് ചാനലിൽ കയറി നോക്കും. എൻ്റെ പൊന്നെ, ഞാൻ വൈ സ്റ്റുഡിയോ കയറി നോക്കിയപ്പോൾ ഉണ്ടോ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക, ഒന്നുമില്ല. അയ്യോ, ഞാൻ പേടിച്ചു, ഇതെന്നാ പറ്റിയത്, ഇനി എൻ്റെ കൈ കൊണ്ടിട്ട് ഇനി എന്തെങ്കിലും അവത്തം പറ്റിയതാണോ ഓർത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ചിന്ത എനിക്ക് പോയിട്ടില്ല. ഓടിക്കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇത് ഇന്നത് പോണക്ക് ചാനൽ പോയതാണ്. എൻ്റെ ദൈവമേ, ഞാൻ കരച്ചിൽ, ഞാൻ സത്യം പറഞ്ഞ എൻ്റെ തല തല്ലി കിടന്ന് കരഞ്ഞു, പേരണ്ട് കിടന്ന് കരഞ്ഞ്. ഞാൻ എത്ര ദിവസം 2-3 ദിവസം കഞ്ഞിയും വെള്ളവും പോലും കുടിക്കാതെ കിടന്ന്. എനിക്കറിയാൻ പാടില്ല എൻ്റെ അന്നേരത്തെ ഒരു
മാനസികാവസ്ഥയും ടെൻഷനും വിഷമവും ഇതൊരു നിമിഷം കൊണ്ട് അല്ലെ 1 മണിക്കൂർ കൊണ്ട് ഈ അടിച്ചെടുത്തോണ്ട് പോകുന്നവർക്ക് ഈ 1 മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. അവർക്ക് അങ്ങ് അടിച്ചോണ്ട് പോയി വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇതും കൊണ്ട് കൊടുക്കാം. ഇത് 1 2 രൂപയ്ക്കല്ല, ഇവന്മാർക്ക് ഒരു ഹോബിയായിട്ടും ഇത് അടിച്ചെടുക്കുന്നതല്ല. ചുമ്മാ ഇരുന്ന് പറയല്ലേ, ചുമ്മാ കൈ നനയാതെ മീൻ പിടിച്ചു കൂട്ടുന്ന കാര്യം പറയല്ലേ, ഒരു പഴഞ്ചൊല്ലി പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കുത്തിക്കും ഇരുന്ന് വെച്ചും കഴിഞ്ഞിട്ട് വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഇവന്മാർ ഓരോരുത്തർക്കും മറിച്ചു വെക്കുന്നത്. എൻ്റെ ഈ ചാനൽ അടിച്ചു മാറ്റിയിട്ട് ഇവർ 6 വീഡിയോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്പോർട്സിനെ കുറിച്ചും ഗെയിമിൻ്റെ വീഡിയോയും ഒക്കെയാണ് ഇവന്മാർ ഇട്ടിരുന്നത്. 6 വീഡിയോ. എന്നാണെങ്കിൽ ഈ എത്തിക്കൽ ഹാക്കേഴ്സുമാർ ഇതെല്ലാം എനിക്കത് ചാനലെല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കി തന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നിങ്ങൾ എന്നെ കാണാതിരുന്നതിൻ്റെയും ഞാൻ വീഡിയോ ഇടാതിരുന്നതിൻ്റെയും എൻ്റെ ആ സംരംഭം നിന്നു പോയതിൻ്റെയൊക്കെ കാര്യം ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുവോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന ആ കോണ്ടാക്ട് നമ്പറിലോട്ട് നിങ്ങൾ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എത്തിക്കൽ ഹാക്കേഴ്സുമാരുടെ കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ. ഞാൻ ആ നമ്പർ ഒന്ന് പറയാവേ: 94 46 42 0079. ഈ നമ്പറിലോട്ട് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവര് നമുക്ക് ഈ ചാനൽ നമ്മുടെ ഇങ്ങോട്ട് പിടിച്ചു തരിക അല്ലെങ്കിൽ തിരിച്ച് അവന്മാരുടെ നിന്ന് പിടിച്ച് മേടിച്ചെങ്കിൽ തരുന്നേ ഫ്രീ ആയിട്ടല്ല കേട്ടോ. അവർക്ക് അതിൻ്റെതായ ചാർജും ഫീസും ഒക്കെ ഉണ്ട്. അതെല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങളിപ്പം ഞങ്ങളുടെ ചാനൽ തിരിച്ചു കിട്ടിയത്. എന്നിട്ട് പോലും നമ്മുടെ അക്കൗണ്ട് റെഡി ആയിട്ടില്ല. അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഒന്ന് വീഡിയോ ഇട്ടോളാൻ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പം ഇതിനെക്കുറിച്ചൊന്ന് വീഡിയോയിൽ വന്ന് പറയാനായിട്ടുള്ള കാര്യം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചിലപ്പം 10,000 50,000 സബ്സ്ക്രൈബർ ഉള്ളവരുടെ ആയിരിക്കും പോയത്, ചിലപ്പം ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബർ ഉള്ളവരുടെ ചാനലായിരിക്കും പോയത്. നമ്മൾ വിട്ടു കൊടുക്കരുത്. എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി നമ്മളൊരു ചാനൽ ഉണ്ടാക്കി നമ്മൾ ഇത്രയും സബ്സ്ക്രൈബർമാരെ അല്ലെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടവന്മാർക്ക് വിട്ടു കൊടുക്കുന്നത്? നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെ ഇത് തിരിച്ചു കൊണ്ടുവരണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവന്മാർക്ക് ഇതൊരു തഴക്കവാ. ഇനി എൻ്റേത് ഒന്ന് പിടിച്ച് കൊണ്ടുവന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വീണ്ടും ഇവന്മാരുണ്ടല്ലോ ഇതേപടി ഉണ്ടല്ലോ വലിച്ചുകൊണ്ട് ഓടിയേക്കുന്നു. എൻ്റെ ഇത് വീണ്ടും എടുത്തോണ്ട് ആദ്യമേ ഈ കൊണ്ടുപോയമാർ തന്നെ. ഒരു ദിവസം രാത്രി കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ചാനൽ പോയപ്പോൾ എനിക്ക് ടെൻഷനും പ്രയാസവും കാരണം ഉറക്കം പോലും. രാത്രി ഒരു 2 2:30 അപ്പം വെറുതെ എൻ്റെ മനസ്സിലൊന്ന് തോന്നി ഒന്ന് നോക്കിയേക്കാമെന്ന് ഓർത്ത് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ വീണ്ടും ഇതുപോലെ എൻ്റെ ചാനൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണ്. ഉടനെ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് കാണിച്ച് അന്നേരെ അവരെ ഉണ്ടല്ലോ ഈ എത്തിക്കൽ ഹാക്കേഴ്സുമാരെ നമ്മൾ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ തന്നെ അവർ അന്നേരെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ചാനൽ കറക്റ്റ് ചെയ്ത് വീണ്ടും അവർ പിടിച്ചുകൊണ്ട് വന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ടും എനിക്ക് വീഡിയോ ഇടണമെങ്കിൽ അതിൻ്റെതായ ഒരു കാലതാമസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെതായ കുറേ ഐഡിയകളും കാര്യങ്ങളും അതിൻ്റെതായ നിയമാവലികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടാണ് അവർ ഇന്നലെ തൊട്ട് നമുക്ക് അനുവാദം തന്നേക്കുന്നത്. അപ്പോൾ എങ്കിലും നമ്മൾ ഈ എത്തിക്കൽ ഹാക്കേഴ്സുമായിട്ട് ഇന്നും കൂടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ട്രൈ ചെയ്തു അപ്പം ഇന്ന് തൊട്ട് നിങ്ങൾ വീഡിയോ ഇട്ടു, അപ്പം നിങ്ങൾ വരാത്തതിൻ്റെ കാരണങ്ങളും എല്ലാം ഒന്ന് പറയണേന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇടാനായിട്ടുണ്ടായ കാര്യവും സാഹചര്യം ഉണ്ടായത് കേട്ടോ. അപ്പം എന്നെ കാണാതെ വന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇനി മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സ്നേഹവും കരുതലും എല്ലാം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം കേട്ടോ. അപ്പം ഇത്രയും നാളിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഇതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. അച്ചാർ ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ഇടിയിറച്ചിയുണ്ട്, അതായത് മൂരി ഇടിയിറച്ചിയുണ്ട്, ബീഫ് ഇടിയിറച്ചിയുണ്ട്, ചിക്കൻ ഇടിയിറച്ചിയുണ്ട്, പിന്നെ അവലോസ് പൊടിയുണ്ട്, പിന്നെ പൈസസ് ഐറ്റംസ് എല്ലാം തന്നെയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടുപടിക്കൽ 4 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് എത്തിയിരിക്കും. നമ്മുടെ കൈ സ്റ്റോക്ക് ഇല്ലാത്ത സാധനമാണെങ്കിൽ 2 ദിവസം കൂടെ മുമ്പോട്ട് പോകും കേട്ടോ. വീണ്ടും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചെറിയ ടിപ്പുകളുമായിട്ട് ഞാൻ വന്നിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.